ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നലെ നോമ്പോറയുടെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. രാവിലെ എന്തായാലും എനിക്ക് അടുക്കളയിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. വീട്ടിൽ നോമ്പില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണേ. അങ്ങനെ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കണം. കാപ്പിക്ക് 2 ദിവസം മുന്നേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇന്നും കൂടി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ നമ്മൾ അരച്ച് വെക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് മാവ് രാവിലെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുടാനുള്ള മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അപ്പം ചുടണം. 2 ദിവസമായിട്ട് നല്ല മഴക്കോളുണ്ട് കേട്ടോ. നല്ല മഴക്കോളായിട്ട് നിൽക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വരികയെന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പൊടിയത്തില്ലേ, അതുപോലെ ഒരു ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കിണറിൽ തീരെ വെള്ളമില്ല കേട്ടോ. വറ്റിപ്പോയി മണ്ണ് കാണുന്ന രീതിയിൽ കിടക്കുകയാണ്. നമ്മളിട്ടിരിക്കുന്ന മോട്ടറൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുകയാണ്. ഒട്ടും വെള്ളമില്ല. മിനിങ്ങാന്ന് 2 ദിവസം മുന്നേ വരെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുന്നേ രാവിലെയും ചെന്ന് തൊട്ടിയിടാൻ നോക്കിയപ്പോഴത്തേക്കും വെള്ളമില്ല. എന്തോ നല്ല വെയിലല്ലായിരുന്നു. 2 ദിവസം മുന്നേ നല്ല ചൂടായിരുന്നു കേട്ടോ. ആ ചൂടിലുള്ള വെള്ളം എല്ലാം പോയി. ഇനിയിപ്പോൾ നല്ല മഴക്കോളുണ്ടെന്ന്, മഴ പെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റും തണുത്ത കാറ്റും ഒക്കെ ഉള്ള 2 ദിവസത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. മഴ പെയ്യുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് ലൈൻ പൈപ്പ് വെറുതെ തന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പേരിന് വേണ്ടി തന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അവരിങ്ങനെ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ വെള്ളം വന്നിട്ടില്ല. അതാണ് അവസ്ഥ. നമുക്ക് വെള്ളമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് പോലും വെള്ളമില്ല. പിന്നെ എന്തോ ചെയ്യാനാ. ഇന്നലെ പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് വെള്ളം മേടിക്കുക ചെയ്തത്, അല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അടുത്ത കിണറുകളിലൊന്നും വെള്ളമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയി കോരാനുള്ളൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ ഇന്നലെ പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നലെ വെള്ളം വാങ്ങിച്ചതിന് ശേഷമാണ് തുണികളെല്ലാം വാരിയിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് കറി സെറ്റാക്കി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. കാരണം മീൻ കറി ഉണ്ടല്ലോ, മീൻ കറിയാണ് കേട്ടോ. രാവിലെ എന്തായാലും കറി അപ്പത്തിന് വെക്കുന്നതിൽ നിന്ന് നല്ലത് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഐസ് വിടാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് രാവിലെ ആ ഒരു കറി ആക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവർക്ക് ചോറിനും കറിയാവും. വേറെ കറികളൊന്നും ഇരിപ്പില്ല കേട്ടോ. അച്ചാർ മാത്രമേ ഇരിപ്പുണ്ട്. അച്ചാർ ഒരു ഇച്ചിരിയേ ഉള്ളൂ. റമദാൻ വ്ളോഗ് എടുക്കാത്ത കാരണമെന്ന് പറയുന്നത്, ഒന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയത് തന്നെ പിന്നും പിന്നും കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോറടിക്കും, ഉണ്ടാക്കുന്ന എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വ്ളോഗായിട്ട് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഡെയിലി വ്ളോഗായിട്ട് എടുക്കാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ അതേ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കൂട്ടത്തിൽ മീൻ കറിയും. അപ്പോൾ ഉച്ചക്കലത്തേക്കും കറിയായി. രാവിലെ എൻ്റെ ജോലി ഒതുങ്ങുമല്ലോ. വിറകില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വിറകെടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഈ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറക് നമുക്ക് 2 തട്ടായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമല്ലോ. അപ്പം എന്തെങ്കിലും ജോലി നടക്കുന്നെങ്കിൽ എനിക്ക് പിന്നെ ആ ഒരു ടെൻഷനാണ് കേട്ടോ. അയ്യോ, സമയത്തിന് അതും കറിയും വെക്കണം, വിറകും എടുക്കണം. വിറക് നമ്മൾ അടുത്ത് കിടക്കണം, താഴെ പോകണം കേട്ടോ. കുഴിയിൽ പോകണം, എന്നാലേ നമുക്ക് വിറക് കിട്ടത്തുള്ളൂ. അവിടെ കുറേ വട്ടവിറകുണ്ട്, ഉണങ്ങി കിടക്കുകയാണ്. എല്ലാവരും അവിടെ തന്നെ പോയി എടുക്കുന്ന ആവശ്യത്തിന് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പഴയ വിറകെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നീട്ടി അങ്ങ് വെച്ചതാണ് കേട്ടോ. വൈകുന്നേരം വരെ നിൽക്കണം, അല്ലെങ്കിൽ നാളെ രാവിലത്തെ കാപ്പി വരെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാണ്. നോമ്പായ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എളുപ്പപ്പണിയാണല്ലോ നോക്കുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ കഞ്ഞി വെക്കണം കേട്ടോ നോമ്പിന്. ഇന്നലെ പിന്നെ കഞ്ഞി വെക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം കഞ്ഞി വെച്ചിട്ട് കുറച്ച് പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും. ഉപ്പിടാതെ വെച്ച് കഴിഞ്ഞാൽ പന്നലായി പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് പിന്നെ ഉപ്പിട്ടെടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തലേന്ന് കഴുകിയിട്ട തുണിയൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ. വെയിലില്ല. 2 ദിവസമായിട്ട് വെയിലേ ഇല്ല. ഇങ്ങനെ ഒരു മന്ദാരം അടിച്ചിങ്ങനെ കിടക്കുന്നത് കൊണ്ട് കഴുകിയിട്ട തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഉള്ള വെട്ടത്തിൽ കിടന്നൊന്ന് വാടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് വിരിച്ചിടുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. മുറ്റമൊക്കെ അടി കഴിഞ്ഞു.
ഈ സമയത്തൊക്കെ മുറ്റമടിക്കാൻ നല്ല സുഖമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലില്ലല്ലോ. വെയിലുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ, മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല, നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ എന്താ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 5 മണി വരെ എന്തായാലും നല്ല വെയിലിൻ്റെ ചൂടല്ലേ, അതുകൊണ്ട് നമുക്ക് മുറ്റമടിക്കാനും ഒന്നുള്ളൊരു പരിപാടിയൊന്നും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ നല്ല രീതിയിലൊക്കെ മുറ്റം അങ്ങ് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങ് കാരണം ഭയങ്കര ശല്യമാണ് കേട്ടോ. അപ്പോൾ ശല്യം ഇല്ലായിരുന്നേ, ഇപ്പം കുരങ്ങ് വന്നിട്ട് കുറേ മാങ്ങയൊക്കെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ അച്ചാറിട്ടില്ലേ, അത് കുരങ്ങിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. അതായത് അവർ കടിച്ച മാങ്ങയൊന്നും നമ്മൾ എടുക്കത്തില്ല, പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് താഴെ പോകുന്ന മാങ്ങയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നല്ലത് നോക്കിയിട്ട് എടുത്ത് അങ്ങനെയൊക്കെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അച്ചാറിട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ, 2 ദിവസം മുന്നേ ഇട്ട് അച്ചാർ തീർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അച്ചാർ ഭയങ്കര ചിലവാണ്. അങ്ങനെ ഞാൻ പുറത്തെ പണികളൊക്കെ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ട് കയറി വന്നു. ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച്, അതായത് പച്ച ചീരയും ചുമന്ന ചീരയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴുകി കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നാടൻ ചീരയാണെന്നാണ് പറഞ്ഞത്, എങ്കിലും നമ്മളെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചും കണ്ടാണല്ലോ ഉപയോഗിച്ചിട്ട്, നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, വരാനുള്ളത് വരും. അപ്പോൾ എന്തായാലും കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു മനസ്സിനൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, വലിയ കോവയ്ക്ക ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. മെഴുക്കുവരട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, വാപ്പാക്ക് ഇത് എണ്ണയിൽ അങ്ങനെ, ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ചീരത്തോരൻ നമുക്കും എടുക്കാം. കോവയ്ക്ക ഞാനിങ്ങനെ വെള്ളത്തിൽ വാപ്പാക്ക് ചുമ്മാ ഇങ്ങനെ പുഴുങ്ങി വേവിച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി, എണ്ണ ഒഴിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അരിഞ്ഞ് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ചീരയൊക്കെ അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മീനിൻ്റെ ബാക്കി ഇങ്ങനെ മസാലപ്പൊടിയൊക്കെ തേച്ചിട്ട് പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വിറകിന് പോയി വന്നതിന് ശേഷം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വിറകിന് പോയിട്ട് കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാടങ്ങ് കുറച്ച് ദൂരോട്ട് പോകണം. അപ്പോൾ അവിടെയാണെങ്കിൽ നിരന്ന തറയൊന്നുമല്ല കേട്ടോ, ഒരുപാട് കുഴിയാണ്, ഒരു കൊക്ക പോലെ കിടക്കുന്ന ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ പോയി കെട്ടിപ്പറക്കി ഇങ്ങനെ നമ്മളിങ്ങനെ കൈമാറി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇങ്ങ് എത്തൂ, ഇല്ലെങ്കിൽ വൈകുന്നേരം ആവും കേട്ടോ. അങ്ങനെ കുറച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് നേരം വന്ന് കിടന്നതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലോട്ട് കയറിയത്. മുറ്റമടിക്കാനൊക്കെ ഇറങ്ങിയില്ലേ, അതിന് ശേഷമാണ് കേട്ടോ മുറ്റമടിക്കാനും ഒക്കെ ഇറങ്ങിപ്പോയത്. അങ്ങനെ ചീര ഞാൻ എണ്ണയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ചീര ഒന്ന് വാട്ടുന്നുണ്ട്. പെട്ടെന്നങ്ങ് വാടി വരുമല്ലോ. നല്ല മുറ്റിയ തണ്ടൊക്കെ ഉണ്ടല്ലോ, ചീരയുടെ നല്ല മുറ്റിയ തണ്ടൊക്കെ ഇവിടെ സാമ്പാറിലിടും കേട്ടോ. കുറച്ച് പരിപ്പും ഒരു തക്കാളിയും ഈ നമ്മുടെ ചീരയുടെ ഈ തണ്ടും, നല്ല മുറ്റിയ തണ്ടൊക്കെ ആണെങ്കിൽ അതും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാർ ഉണ്ടാക്കിയ സൂപ്പറാണ് കേട്ടോ. പിന്നെ അങ്ങനെ മീനും അങ്ങനെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചീര ഒന്ന് വാടി അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നവർക്കിടാം, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. അതിനാരും നെഗറ്റീവ് പറയരുത്, മഞ്ഞൾപ്പൊടി ഞാൻ ഇടാറില്ല. ചീരയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ചില ആളുകൾ സവോളയൊക്കെ ചേർക്കുന്നു, ഉമ്മച്ചി സവോള ചേർത്തിട്ടാണ് കേട്ടോ തോരൻ വെക്കുന്നത്, ഞാനതൊന്നും ചെയ്യാറില്ല. പിന്നെ ഉഴുന്ന് പരിപ്പ് ഞാൻ ഇടാറുണ്ട്. ഉഴുന്ന് പരിപ്പോ കുറച്ച് അരിയുണ്ടല്ലോ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിന് പകരം അരി ഇട്ട് കൊടുക്കും. ഇതിൽ കടുക് ഇട്ടിട്ടുണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, ഞാൻ കടുകൊന്നും ഇടാറില്ല. അങ്ങനെ മീൻ വറുത്തത് റെഡിയായി, നമ്മുടെ മീൻകറി റെഡിയായി, തോരൻ റെഡി ആയിട്ടുണ്ട്. വാപ്പാടെ മെഴുക്കുവരട്ടി അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് പാത്തുകുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, അസ്സലാമു അലൈക്കും.